പാകിസ്ഥാൻ ക്രിക്കറ്റിനെ പറ്റി പറയുമ്പം ഇപ്പം നമ്മൾ കണ്ടല്ലോ, നല്ല പ്രതിഭാധനരായിട്ടുള്ള ഒരുപാട് കളിക്കാർ അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള ഒരു ഇന്റർനാഷണൽ ഇവന്റിൽ മാത്രമേ പാകിസ്ഥാന്റെ കളിക്കാരെ നമുക്ക് അധികം സൂക്ഷ്മമായിട്ട് വിലയിരുത്താൻ പറ്റുന്നുള്ളൂ. കാരണം ഇന്ത്യയിൽ അവർ കളിക്കുന്നില്ല അല്ലാത്ത കളികളൊന്നും. അപ്പൊ ഈ ഇപ്പം വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായി വരാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഒരു ലീഗ് ബ്രിട്ടനിൽ UK തുടങ്ങുകയാണ്, ദ 100 എന്ന പേരിൽ. അപ്പൊ അതിനകത്തുള്ള ടീമുകൾ പലതും ഓൺ ചെയ്യുന്നത് ഇന്ത്യൻ ഓണർഷിപ്പിലാണ് വരുന്നത്. അപ്പൊ അവിടെ ഇപ്പൊ തന്നെ ഒരു അനൗദ്യോഗികമായിട്ട് പാകിസ്ഥാൻ കളിക്കാരെ കളിപ്പിക്കില്ല എന്നുള്ളൊരു ഉള്ളിൽ കൂടി, അത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അത്തരത്തിലൊരു തീരുമാനം വന്നതായിട്ടാണ് ഇന്റർനാഷണൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു ഒരുതരം വലിയൊരു ഡിസ്ക്രിമിനേഷൻ അല്ലേ അത്? അതെ, പരസ്യമായിട്ട് അത് പറഞ്ഞ അപ്പൊ അവിടെ UK പല റെഗുലേറ്ററി ബോഡീസ് ഉണ്ട്, അവരപ്പൊ ആക്ഷൻ എടുക്കും. ഇത് ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസ് പറഞ്ഞിട്ട് അത് അനുവദിക്കില്ല. അതുകൊണ്ട് അവർ പരസ്യമായിട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ 4 ടീമുകൾക്കും പക്ഷെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമല്ല, അവരുടെ സ്പോൺസേഴ്സ് മുഴുവൻ 99% ഇന്ത്യൻ കമ്പനീസ് ആണ്. അപ്പൊ അവരുടെ ആ മാർക്കറ്റിനെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താന്ന് പറഞ്ഞാല്, ഇപ്പൊ ഈ പഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യക്ക് മിലിറ്ററി ആക്ഷനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സർജിക്കൽ സ്ട്രൈക്ക് അത് ഇതെന്നൊക്കെ നമ്മുടെ രാഷ്ട്രീയക്കാർ പറയുകയാണെങ്കിലും സത്യത്തിൽ എല്ലാവർക്കും അറിയാം അമേരിക്ക ഒന്നും ചെയ്യാൻ നമ്മളെ അനുവദിക്കില്ല. ട്രംപിന് പീസ് പ്രൈസ് ആണ് വേണ്ടത്. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തല്ലുകൂടി അത് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അമേരിക്ക ഒരു വിധത്തിലുള്ള മിലിറ്ററി ആക്ഷനും നമ്മളെ അനുവദിക്കില്ല. അപ്പൊ പിന്നെ ഇന്ത്യക്ക് എങ്ങനെ തിരിച്ചടിക്കാൻ പറ്റും? സാമ്പത്തികമായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതിലൊരു വലിയൊരു ഭാഗം ക്രിക്കറ്റാണ്. ഇപ്പൊ ഈ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ആയാലും ഞാൻ വേറൊരു ഇത് കേട്ടത്, ഈ 100ന്റെ മാത്രല്ല, ഈ PSL കളിക്കാൻ പോണ കളിക്കാർ, പുറമേന്ന് വരുന്ന കളിക്കാർക്ക് അവരുടെ ബോർഡിന്റെ NOC കിട്ടണം. അപ്പൊ അതൊക്കെ അടുത്ത കൊല്ലൊക്കെ ആവുമ്പോഴേക്കും ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ഈ വലിയ രാജ്യങ്ങൾ, ഈ BCCIയുടെ അടുത്ത് നിന്ന് ഏറ്റവും പൈസ കിട്ടുന്ന രാജ്യങ്ങള്, അവര് അൺഒഫീഷ്യലായിട്ട് NOC കൊടുക്കണ്ടെന്ന് തീരുമാനിക്കും. അല്ലെങ്കിൽ അവരുടെ കളിക്കാരോട് അപ്ലൈ ചെയ്യരുതെന്ന് അൺഒഫീഷ്യലായിട്ട് പറയും, നിങ്ങൾ അവിടെ പോയി കളിക്കരുതെന്ന്. അപ്പൊ സാമ്പത്തികമായിട്ട് പാകിസ്ഥാൻ ക്രിക്കറ്റിനെ നശിപ്പിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അത് ഒരു ബ്രോഡർ ജിയോ പൊളിറ്റിക്കൽ ഇതിന്റെ ഭാഗമായിട്ട്. അതിന് കാരണം പ്രധാനമായിട്ട് മോഹ്സിൻ നഖ്വി അവിടുത്തെ PCB ചെയർമാൻ ആയിട്ട് ഇരിക്കേണ്ടത്. എന്തുകൊണ്ട്? മോഹ്സിൻ നഖ്വിക്ക് രാഷ്ട്രീയത്തിലായാലും ക്രിക്കറ്റിലായാലും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത മനുഷ്യർ, മീഡിയ ഫിഗർ ആയിരുന്നു, മീഡിയ കമ്പനി ഓണർ ആയിരുന്നു. പെട്ടെന്ന് എങ്ങനെ രാഷ്ട്രീയത്തിലെത്തി, എങ്ങനെ ക്രിക്കറ്റിലെത്തി? ആസിം മുനീറിന്റെ ബന്ധുവാണ്, ആർമി ചീഫിന്റെ. അപ്പൊ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഉള്ള ഒരു മനുഷ്യനായിട്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന് നെഗോഷിയേറ്റ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. അപ്പൊ അതാണ് ഇവിടെ ഏറ്റവും ഈ പ്രോബ്ലത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഇതാണ്. ഈ മോഹ്സിൻ നഖ്വി മാറ്റിക്കഴിഞ്ഞ് കുറേം കൂടി BCCIക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരാള് വന്നു കഴിഞ്ഞാല് ഇത് ചിലപ്പോ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിന്ന് വരില്ല. അപ്പൊ ഒരു അടുത്ത ഭാവിയിൽ നമ്മൾ കാണാൻ പോകുന്നത് ക്രിക്കറ്റ് ഒരു വലിയൊരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് തന്നെ ആയി കഴിഞ്ഞു. ഇപ്പൊ തന്നെ ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിലത്തെ ലീഗില് ഇന്ത്യൻസ് കളിക്കുന്നില്ല. എന്ന് വെച്ചാൽ എല്ലാ ഫ്രാഞ്ചൈസസും ഇന്ത്യൻ ഓണേഴ്സ് ആണ്. 2023 അല്ല, പാകിസ്ഥാനീസ് കളിക്കുന്നില്ല, സോറി, ഇന്ത്യൻ ഓണർഷിപ്പ് ആയത് കാരണം 6 ഫ്രാഞ്ചൈസിനും ഇന്ത്യൻ ഓണേഴ്സ് ആണ്. ഈ IPL ടീംസ് തന്നെയാണ് അവിടുത്തെ ഓണേഴ്സ്. IL T20 ദുബായിൽ നടക്കുന്ന കോമ്പറ്റീഷൻ, UAE നടക്കുന്ന കോമ്പറ്റീഷനിൽ 2 MI എമിറേറ്റ്സും മറ്റേ അബുദാബി നൈറ്റ് റൈഡേഴ്സും, ഈ 2 ടീംസും ഒരിക്കലും പാകിസ്ഥാനീസിനെ എടുത്തിട്ടില്ല അവരുടെ ടീമിൽ. അപ്പൊ ഇതൊക്കെ കുറച്ച് കാലമായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. ഇതൊരു ഇന്ത്യയുടെ സോഫ്റ്റ് പവർ യൂസ് ചെയ്തിട്ട് പാകിസ്ഥാനെ ഐസൊലേറ്റ് ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ നമുക്ക് നേരിട്ടൊന്നും ചെയ്യാൻ അനുവദിക്കില്ല.